അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തെക്കുറിച്ച് നമ്മളുടെ ചിന്താഗതി എന്താണ്? പലപ്പോഴും അനുഗ്രഹത്തെക്കുറിച്ച് തെറ്റായ ധാരണകളാണ് നമുക്കുള്ളത്. വളരെ കുറച്ചു മതി, ഉണ്ണാനും ഉടുക്കാനും മതി, അല്ല എങ്കിൽ അന്നന്നത്തേക്കുള്ളത് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നതായ വളരെ പരിമിതമായ ചിന്താഗതികളാണ് നമുക്കുള്ളത്. എന്നാൽ തൻ്റെ ഭക്തൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച്, നീതിമാൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത് അവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി നിക്ഷേപങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന്, ബാക്കി വെച്ചിട്ട് പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ആമീൻ. അതാണ് ദൈവവചന പ്രകാരമുള്ള യഥാർത്ഥ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ആ അഭിഷേകം നിങ്ങളുടെ മേലും ചലിക്കട്ടെ. വലിയൊരു നിറവിലേക്ക്, വലിയൊരു ബ്ലെസ്സിങ്ങിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, പലപ്പോഴും പല അനുഗ്രഹങ്ങളുടെയും തടസ്സം എന്ന് പറയുന്നത് എന്നതാ? അറിവില്ലായ്മയാണ്. ഞാൻ വിശ്വാസത്തിൽ വന്നത് യാക്കോബ സമൂഹത്തിൽ നിന്ന് ഞാൻ വിശ്വാസത്തിൽ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ കത്തോലിക്കയിൽ വന്നു, കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ വന്നു. കുറച്ചു കാലം അത് നിന്നപ്പോൾ മർത്തോമയിലേക്ക് ചാടി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വേറൊരു ഗ്രൂപ്പിലേക്ക് ചാടി. അത് കഴിഞ്ഞ് ആണ് ബന്ധക്കോസി വന്നത്. ബന്ധക്കോസിൽ നിന്ന് ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് വന്നു, ഇൻഡിപെൻഡൻ്റ് ആയ ഗ്രൂപ്പുകളിലേക്ക് വന്നു. ബന്ധക്കോസിലായിരുന്നപ്പോൾ നമ്മുടെ അകത്ത് ആഴത്തിൽ പതിഞ്ഞുപോയ പല ചിന്തകളുമുണ്ട്. ഉദാഹരണം പറയാം. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ ചെന്ന സമയത്ത് വളരെ നിർബന്ധിച്ച് സ്നാനപ്പെട്ടൊരു സഹോദരനെ കാണാനില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ വരാത്തെ? സ്നാനപ്പെട്ടല്ലോ ബ്രദറെ. സ്നാനപ്പെടണമെന്ന് അറിയാമായിരുന്നു, സ്നാനപ്പെട്ടു. ഇപ്പം 6 മാസമായി ചർച്ച വന്നിട്ട്. ഞാൻ അങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്തത്തില്ല, സ്നാനപ്പെടുത്തിപ്പോയി. പക്ഷെ 6 മാസമായി ആളെ കണ്ടിട്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാമെന്ന് അറിയാം, അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. സ്നാനം എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാന്ന് എവിടെയോ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്തത് കൂടെ ആഴത്തിലില്ല. സ്നാനപ്പെട്ടതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോവുമോ? ആ കാര്യം ആഴത്തിൽ അറിയാം. അതുകൊണ്ട് പിന്നീട് അയാളുടെ ഉള്ളിലെ ചിന്ത, എവിടെ പോയാലും പള്ളി പോയില്ലെങ്കിലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടല്ലോ. കൂട്ടായ്മ കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടല്ലോ.
കാരണം സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ എംഫസസ് ചെയ്ത് പഠിപ്പിക്കുകയും അതിനെ പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്തതിൻ്റെ റിഫ്ലക്ഷനാണ് അയാൾ എന്ത് ചെയ്യുന്നത്? സ്നാനപ്പെട്ടല്ലോ എന്ന് പറയുന്നത്. സ്നാനപ്പെട്ട അയാൾ ഇവിടെ പോവും. സ്നാനപ്പെട്ട അയാൾ നിത്യതയിൽ പോട്ടെ. കർത്താവ് അങ്ങനെ ചെന്ന് ചെയ്യട്ടെ, ഒരാൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. അതുപോലെ പല ചിന്തകളും നമ്മുടെ അകത്തുണ്ട്. നമ്മൾ കുഞ്ഞായിരിക്കും, ഞാൻ ഇപ്രാവശ്യം തൃശ്ശൂർ എന്ന സമയത്ത് പഠിപ്പിച്ചൊരു വാചകം മത്തയിയുടെ 6 നമ്മൾ വായിക്കുമ്പോൾ 11 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എത്ര പേർക്ക് അറിയാം പ്രാർത്ഥന? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. ഈ ബന്ധക്കോസരായ ഞങ്ങളൊന്നും ഇത് പറയാൻ പാടില്ലെന്നാ ചിന്ത. അതിൻ്റെ കാരണം അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നൊരു സംഭവമുണ്ട്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ വാക്യം നിങ്ങൾ പറഞ്ഞു, ഒരു തെറ്റുമില്ല കേട്ടോ. എനിക്കങ്ങനെ മനസ്സിലായിട്ടുള്ളത്. തെറ്റുള്ളത് ഇതിനകത്ത് എഴുതത്തില്ലല്ലോ. പക്ഷെ കുറച്ചും കൂടെ അപ്പുറത്തേക്കൊരു വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അടുത്തതെന്താ നമുക്ക് പറയാം? അടുത്ത രാജ്യം വരണമേ, അടുത്ത തിരുവിഷ്ടം സ്വർഗത്തിൽ എന്ന പോലെ ബാക്കി. അടുത്ത വാക്ക്, ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം. നമ്മുടെ ആഴത്തിൽ പഞ്ഞു കിടക്കുന്ന കാര്യമല്ല അന്നുള്ള ആഹാരം തരണമെന്ന്. അങ്ങനെയാണെന്നോ അല്ലെന്നോ? നമ്മുടെ അകത്ത് കിടക്കുന്ന കാര്യമാണ് അന്നുള്ള ആഹാരം ദൈവം എനിക്ക് തരണേന്ന്. കുറച്ചും കൂടെ ചിന്തിച്ച് പറയട്ടെ. നമ്മുടെ ഉള്ളിൽ ഏത് കാര്യം പ്രവാചകന്മാരോ പ്രവചനമോ പറഞ്ഞാലും നമ്മുടെ തലയിലുള്ളത് മന്ന ദൈവം തരുമെന്ന. എല്ലാ ദിവസമുള്ള മന്ന ദൈവം തരും, ഡെയിലി. കുറച്ചും കൂടെ ആളുകൾ പറയുന്നത് ദൈവം എന്നെ കാക്കയച്ച് വഴി നടത്തുമെന്ന. സത്യത്തിൽ നമ്മളിത് പറയേണ്ടവരാണോ? സത്യം നമ്മൾ കാക്കയെ പ്രതീക്ഷിച്ചിരിക്കേണ്ടവരാണോ? ഇസ്രായേൽ ജനത്തോട് ചോദിക്കാം, നമുക്ക് ഇസ്രായേൽ ജനത്തോട് ചോദിക്കാം, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എവിടെ വെച്ചാ മന്ന കഴിച്ചത്? അവർ പറയും മരുഭൂമിയിലാ. അത് നീ ബാക്കി വയ്ക്കാൻ പറ്റുമായിരുന്നു. അവർ പറയും ബാക്കി വെച്ചോ പുഴുത്തു. അത് ആർക്കെങ്കിലും ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അവർക്ക് എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റുമായിരുന്നു. ആ മന്നയിൽ അല്പം പോലും സൂക്ഷിച്ചു വെച്ചിരുന്നത് സമാഗമന കൂടാരത്തിനകത്തുള്ള പെട്ടകത്തിനകത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി എവിടെ വെച്ചാലും അത് പുഴുത്തു. പക്ഷെ നമ്മൾ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ദൈവത്തിൽ നിന്നൊരു മന്നയാ. നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പറയുന്നത് എന്താ? ദൈവം കാക്ക അയക്കുന്നല്ലേ? നിങ്ങളെന്തൊന്നും മിണ്ടാത്തെ? അല്ലെന്നാണോ പറയാൻ വരുന്നേ? പറ, കാക്ക അയക്കുന്നതാണോ പറയാൻ പോകുന്നേ? അല്ല വേറെ എന്തെങ്കിലും ആണോ? നമ്മൾ 100% വിശ്വാസികൾ പറയുന്നത് കാക്ക അയക്കുന്ന. എന്താ നിങ്ങൾ ഈ കാക്ക അയക്കുന്നു പറയാൻ കാരണം? പുതിയ നിയമത്തിൽ എവിടാ കാക്കയുള്ളത്? ഒരാൾ മിണ്ടണില്ല കണ്ടോ? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് മന്ന ഉണ്ടായിരുന്നേ. പക്ഷെ മന്ന കനാനിൽ പ്രവേശിച്ചതോടുകൂടെ നിന്നുപോയി. നിങ്ങൾ എന്താ കൈയടിക്കാത്ത, ആമീൻ പറയാത്തെ? അതെന്താ കാരണം? അവരാദ്യത്തെ കൊയ്ത്ത് അനുഭവിച്ചപ്പോ ആ മന്ന നിന്നുപോയി. ഈ കൊയ്ത്തിന് മുമ്പ് കൊയ്ത്തെന്ന് പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ അറിയണം. അവർ ആദ്യത്തെ കൊയ്ത്തിന് മുമ്പ് ആദ്യത്തെ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ആദ്യ ഫലം അതിൽ നിന്നെടുക്കും. ആദ്യം വിളയുന്ന നെല്ലെടുക്കും, അല്ലെങ്കിൽ ഗോതമ്പ് എടുക്കും, ആദ്യം ഫലം എടുക്കും. അത് ദൈവരാജ്യത്തിന് കൊടുക്കും. വയലിലെ അറ്റം ചേർത്ത് അവർ കൊയ്യത്തില്ല, കാരണം അത് പരദേശിക്കും ദരിദ്രനും ഉള്ളതാ. എന്നിട്ടും അവർക്ക് ബാക്കിയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ ദൈവരാജ്യത്തിന് കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്നു, അനാഥർക്കും വിധവർക്കും കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. മരുഭൂമിയിൽ എവിടെ വെച്ചാ അവർ സമ്പാദിച്ചേ? മരുഭൂമിയിൽ സമ്പാദിക്കുകയല്ല ചെയ്തത്, സമ്പാദിച്ച് ചെലവാക്കുക ചെയ്തത്. ഒരെണ്ണം മിണ്ടണില്ല കണ്ടോ? മന്ന എന്ന് പറയുന്ന അനുഭവത്തിൽ അവർ ജീവിച്ചപ്പോ അവരൊന്നും സമ്പാദിച്ചില്ല. അവർക്ക് കവിഞ്ഞൊഴുകുന്ന ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് കിട്ടുക, അന്നന്ന് കഴിയുക, അത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നും നമ്മുടെ വിശ്വാസത്തിലുള്ള പലരും അന്നന്ന് കഴിയുന്നവരാ. അത് അനുഗ്രഹമല്ല. ഓക്കെ, നിങ്ങൾ ആ ദൈവം നടത്തുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ അനുഗ്രഹം എന്ന് പറയുന്നത് അന്നന്ന് നടക്കുന്നതല്ല, തൻ്റെ മക്കൾക്ക് തൻ്റെ മക്കൾക്ക് നിക്ഷേപത്തെ സൂക്ഷിക്കുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത്.
സഭയ്ക്ക് കൊടുക്കാൻ കഴിയുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾ ആരും കൈയടിച്ചില്ല അതിനെ. ദരിദ്രന് കൊടുക്കാൻ കഴിയുന്നു പറയുന്ന അനുഗ്രഹം എന്ന് പറയുന്നേ. കാക്ക വരാൻ വേണ്ടി ഇരിക്കുവോ പലരും? കാരണം കാക്കയെ അയക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ദൈവം എനിക്ക് കാക്കയെ അയക്കും. ആ കാക്കയക്കൽ നിർത്താൻ പറ. പ്രശ്നം വന്നാൽ ദൈവം എനിക്ക് ഇതിനകത്ത് സമൃദ്ധിയാതെ അങ്ങനെ പറ. അതെന്താ പറ്റാതെ? അങ്ങനെ നമ്മൾ പറയാറില്ലെന്ന സത്യം. അങ്ങനെ പറയാൻ നമ്മുടെ തലയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഴത്തിൽ നമ്മുടെ അകത്ത് പതിഞ്ഞു കിടക്കുന്നത് സമൃദ്ധി അല്ല, ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് കാക്കയാ. നിങ്ങൾ എന്നൊന്നും മിണ്ടാത്തെ? ഞാൻ പറയുന്നത് ശരിയാന്ന് തോന്നുന്നു. വരുന്ന കരങ്ങൾ ഉയർത്തി കഴിച്ച് പറഞ്ഞ്, ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കാക്കയാണോ മന്നയാണോ അതോ സമൃദ്ധിയാണോ? സാറ് പറഞ്ഞ് അങ്ങനെയല്ലേ? കാക്കയാണോ അകത്ത് കിടക്കുന്നേ? എന്തെങ്കിലും വന്നാൽ കാക്കയെ ദൈവം. ഞാൻ പോലും ഇടയ്ക്ക് പറയാറുണ്ട്. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു എന്നറിയോ, ജോണെ, നിന്റെ സഭയിലെ ആളുകൾ അവരുടെ അടുത്ത നിലവാരത്തിൽ അവർക്ക് തരാൻ കഴിയണമെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഈ കാക്ക പോകണം. അടുത്തിരിക്കുന്നവരോട് പറ, എപ്പോ കാക്ക പോകുന്നോ അന്ന് മുതൽ കൊയ്ത്ത് ആരംഭിക്കുമെന്ന് പറ. ഞാൻ കാക്കയെ പോലെ ദൈവം നടത്തില്ലെന്നോ, സൂപ്പർ നാച്ചുറലായി ദൈവം നടത്തില്ലെന്നോ, മന്ന തരുന്ന പോലെ അതൊന്നും അല്ല പറയുന്നേ. പക്ഷെ നമ്മുടെ അകത്ത് അന്നേക്കുള്ള എക്സ്പെക്ടേഷനേ ഉള്ളൂ. അന്നേക്കുള്ള എക്സ്പെക്ടേഷൻ പൊട്ടണം. നാളെ എനിക്കൊരു കാര്യം നടക്കണമെങ്കിൽ ആ നടക്കുമ്പോൾ ഉണ്ടാകേണ്ടത്, ആ നടക്കുന്നതിനോടൊപ്പം എൻ്റെ കാര്യം നടക്കുകയും എനിക്ക് സഭയ്ക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ കമോൺ പറ, എൻ്റെ മക്കൾക്കും കൂടെ മാറ്റി വെക്കുകയും ചെയ്യുന്ന വിധത്തിൽ എന്നെ നടത്താൻ ദൈവത്തിന് കഴിയും. ആ എക്സ്പെക്ടേഷൻ പൊട്ടണം, ആ ചിന്ത മാറണം. ദാവീദിനെ നോക്കാം നിങ്ങൾക്ക്. അവൻ പറയൂ, എൻ്റെ പാനപാത്രം വരണ്ടിരിക്കുന്നു എന്നാണല്ലേ. അടുത്തിരിക്കുന്നോട് ചോദിച്ചു, എൻ്റെ പാനപാത്രമോ വരണ്ടിരിക്കുന്നു. എങ്ങനെയാ എൻ്റെ പാനപാത്രം കവിഞ്ഞു? അടുത്ത വാചകം അറിയാവോ? ശത്രുക്കൾക്ക് മുമ്പാകെ. ഈ വിരുന്നെന്ന് പറഞ്ഞ വല്ലതും അറിയാവോ? പറ, വിരുന്നെന്ന് പറഞ്ഞാൽ അറിയാവോ എന്താന്ന്? നമ്മള് ഓണത്തിനാ സദ്യ കഴിക്കുന്നത് അല്ലേ? അതെന്താ പേര്? നമ്മൾ കല്യാണത്തിനാ സദ്യ പിന്നെ ഉണ്ടാവുന്നേ. കല്യാണങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? സദ്യ ഉണ്ട്. കാരണം എന്താ? 5-6 ഒരു പച്ചടി, ചിച്ചടി, കച്ചടി, കുച്ചടി എന്ന് പറഞ്ഞാൽ 5-6 സാധനം ഒട്ടിച്ചു വെച്ച് പോവും. തൊട്ട് നോക്കാൻ പോലും കിട്ടത്തില്ല, എങ്കിലും ഒട്ടിച്ചു വെച്ച് പോവും. ഞാൻ കല്യാണത്തിന് പോയാൽ പറയും, മോനെ അത് കുറച്ചും കൂടി ഇടാന്ന് പറയും. നിക്കടാന്ന് പറയും, അത് കുറച്ചും കൂടി. കാരണം തൊടാൻ പോലും ഇല്ല. എങ്ങനെ ആകുമ്പോഴേക്കും നാനം തീരുവോ? നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ വായ ചെറുതായ കൊണ്ടായിരിക്കും. നിങ്ങളൊന്നും മിണ്ടാത്തെ. ഞാൻ അടുത്ത കല്യാണം നമ്മുടെ ടീനലിൻ്റെ ആയിരുന്നു. ഞാൻ ഓരോ സാധനം കൊണ്ടിട്ടപ്പോഴും ഞാൻ പറയും, കുറച്ചും കൂടി ഇടുക, ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ കുറച്ചും കൂടി ഇടിപ്പിച്ചു. ഞാൻ അടുത്ത പ്രാവശ്യം മുതൽ പരിശോധിക്കുന്നതല്ല. ഇതെല്ലാവരും കൂടെ പോയി പറഞ്ഞ മിക്കവാറും കല്യാണക്കാരെ ഇറക്കി വിടും നിങ്ങളെ. ആർ യു ലിസണിങ്? 2 കറി എന്നുള്ളത് 10 കറി ആയപ്പോൾ നമ്മൾ എന്തിനെന്ത് വിളിച്ചു? നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും സദ്യയാണെങ്കിലും ചിന്തിച്ചു നോക്കിയേ, നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ പോലും ഇല്ല. പക്ഷെ ദൈവം പറയുവാ, ആളുകൾ നോക്കുമ്പോ, എന്റെ ശത്രുക്കൾ നോക്കുമ്പോ എന്റെ വീട്ടിൽ എന്ന് സദ്യയായിരിക്കും. എന്നെ വിജാതിയർ നോക്കുമ്പോ എന്റെ വീട്ടിൽ എന്ന് സദ്യയായിരിക്കും. നമ്മൾ പറയുന്ന ഡയലോഗ്സ് പറയട്ടെ. ഈ പൊട്ടയാ കൊള്ളാം കേട്ടോ. കഞ്ഞിയും കാന്താരി ആയാലും കുഴപ്പമില്ല, സമാധാനം മതി. ഉണക്കമീനും ആയാലും കുഴപ്പമില്ല, എന്ത് മതി? പോരട്ടെ, പറ. അങ്ങനെ പറയാറുണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് പറയാൻ തുടർന്ന് കൈ ഒതുക്കി. അതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ ഉണക്കമീനുള്ളത്. നീ പറയുന്ന സമാധാനം മതി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കഞ്ഞിയും ചമ്മന്തിയും. ചമ്മന്തിയും ഇല്ല, എന്തുള്ള കാന്താരിയും എന്ത് സാധനം പറയുന്നത്? ഉണക്കമീനും കഞ്ഞിയായാലും കുഴപ്പമില്ല, കരുവോട് കഴിച്ച് ജീവിച്ചു. ദൈവത്തിന് സദ്യയും സമാധാനവും തന്നൂടെ? നമ്മുടെ തലയിൽ അതില്ല. കഞ്ഞി ആയാലും കുഴപ്പമില്ല, സമാധാനം മതി. അപ്പൊ സമാധാനത്തിനൂടെ കഞ്ഞിയെ വരത്തുള്ളോ?
ഓരോ കഞ്ഞികൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അടുത്തിരിക്കുന്നവരോട് ചോദിക്കേ, സമാധാനത്തിന്റെ കൂടെ കഞ്ഞിയെ വരത്തുള്ളോ? നിങ്ങൾ എൻ്റെ വീട്ടിൽ ചിലരെങ്കിലും വന്നിട്ട് കൊട്ടാര സദൃശ്യമായ ഒരു വീട് എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കൊരു സമാധാനം കുറവുള്ള, സമാധാനം കൂടുതലേ ഉള്ളൂ. വീട് വലുതായ സമാധാനം പോവോ? ഇപ്പൊ ഏക കുഴപ്പമുള്ളത് ഇല്ല, ഇതിനും കൂടെ പറഞ്ഞു വിട്ട് അതിനും കൂടെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഡാൻസ് കളിക്കാനുള്ള സ്ഥലം ഇഷ്ടം, ഫുട്ബോൾ കളിക്കാനേ ഒക്കത്തുള്ളൂ. രണ്ടുപേരേ ഉള്ളൂ അതിനകത്ത് കിടക്കാൻ. ആർ യു ലിസണിങ്? അടുത്തിരിക്കുന്നവരോടൊക്കെ സമാധാനത്തിന്റെ കൂടെ കഞ്ഞിയെ വരത്തുള്ളോ ചോദിക്കേ. നിങ്ങളുടെ മനസാക്ഷി എന്ന് പറഞ്ഞേ, നമ്മൾ സമാധാനം കഞ്ഞിയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ? കാക്കയും കഞ്ഞിയും എന്നടാ ഇത് തീരുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പറയേണ്ടത് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്കാണ് ദൈവം വിളിച്ചിട്ടുള്ളത്. Come on, receive it, receive it, receive it, receive it, receive it, receive it. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഡെയിലി ഉള്ള ബ്രെഡ് വേണ്ട. പറ, മന്നയും വേണ്ട. അടുത്ത് പറ, കാക്കയും വരണ്ട. പറ, പകരം കൊയ്ത്തു മതി. മരുഭൂമിയിലെ സഭയാ മന്ന കഴിച്ചതാ. നമ്മൾ മരുഭൂമിയിലെ സഭയല്ല, സിയോനിലെ സഭയാ. 5-6 പേരോട് പറ, മരുഭൂമിയിലെ സഭയല്ല ഇത്. പിന്നെ ഏത് സഭയാ ഇത്? ഇത് സിയോനിലാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ തുള്ളിച്ചാടി ഒരു ആമേൻ പറ. മരുഭൂമിയിലല്ല ഞങ്ങള്, കനാനിലാണ്. പറ പറ, കനാനിലാണ്. ഓ, ലവ് യു ജീസസ്. നൗ നമ്മുടെ തലയിൽ എവിടെയോ കയറിയിരിക്കുക മരുഭൂമിയിലെ സഭ, മരുഭൂമിയിലെ സഭ, മരുഭൂമിയിലെ സഭ. അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് മരുഭൂമിയിലെ സഭ ഇസ്രായേലായിരുന്നു. നമ്മൾ മരുഭൂമിയിലല്ല. അടുത്തിരിക്കുന്നവരോട് പറ, മരുഭൂമിയിലല്ല നീ കഴിയുന്നേ. ആ മനോഭാവം പൊട്ടട്ടെ. എൻ്റെ ഉള്ളിൽ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ഉണ്ടാകും. നമുക്ക് ദാവീദിന്റെ വീട്ടിൽ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് അവന്റെ മകനെ കൊണ്ട് ഇതുവരെ ആർക്കും പണിയാൻ കഴിയാഞ്ഞതും ഇതുവരെ ആരും സൃഷ്ടിച്ചിട്ടില്ലാത്തതുമായ ഒരു പള്ളി ഉണ്ടായി. നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിലേ പള്ളി ഉണ്ടാകത്തുള്ളൂ. മരുഭൂമിയിലല്ല, നമ്മൾ കാനാനിലാണ് ആയിരിക്കുന്നത്, സിയോനിലാണ് ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവിടെ തൻ്റെ മക്കൾ സന്തോഷിച്ച് ആർക്കുന്നു. എണ്ണയ്ക്കോ വീഞ്ഞിനോ ഒന്നിനും, ധാന്യങ്ങൾക്കോ ഒന്നിനും അവിടെ കുറവില്ല. ആർത്തുല്ലസിക്കുന്ന ശബ്ദം കേൾക്കാമെന്നാണ് പറയുന്നത്. സിയോനിലായിരിക്കുന്ന തൻ്റെ മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ദൈവജനത്തിൽ പങ്കുവെക്കുന്നത്. നമ്മളായിരിക്കുന്നത് സിയോനിലാണ്. നന്മയുടെ അനുഭവത്തിലാണ്, സമൃദ്ധിയുടെ അനുഭവത്തിലാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ആ സമൃദ്ധിയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഡെലിവറൻസ് ക്യാമ്പിലൂടെ ലഭിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് ഈ സിസ്റ്റർക്ക് പറയാനുള്ളത്. പറഞ്ഞാട്ടെ, ഡെലിവറൻസ് ക്യാമ്പിന് വന്നപ്പോൾ കിട്ടിയ സൗഖ്യമാണ്. ഈ സിസ്റ്ററുടെ പേര് രജനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു, പ്രാവട്ടി എന്ന് വരുന്നു. ഇവരുടെ മകൻ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലെ ഡെലിവറൻസ് ക്യാമ്പിൽ ഈ സിസ്റ്റർ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നെക്സ്റ്റ് മന്ത് ഈ സിസ്റ്ററുടെ മരുമകൾ കൺസീവ് ആയി എന്ന് പറയുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്ത മാസം ഡെലിവറിയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലെ ക്യാമ്പിൽ നടന്നതാണ്, അടുത്ത മാസം ഡെലിവറിയാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുക്കുന്നത് സന്തോഷമുള്ള കാര്യമോ? 4 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. 4 വർഷത്തിന് ശേഷം കർത്താവ് കുഞ്ഞുങ്ങളെ തന്നു. എന്നാൽ ചേച്ചിയോട് എനിക്കിന്നൊരു ദൂത് പറയാനുണ്ട്. അസിസ്റ്റന്റ് വയറ്റിലിടുന്ന കൈവച്ച് ഇടയ്ക്ക് നിങ്ങൾക്ക് അസിഡിറ്റിക് ഫോർമേഷൻ ഉണ്ടാവും, വയറൊരിച്ചിലുണ്ടാവും. അത് ഇന്ന് കർത്താവ് സൗഖ്യമാക്കും. ഈ വയറൊരിച്ചിൽ മാത്രമല്ല, ഈ ചേച്ചിയുടെ നെഞ്ചിൻ്റെ ഈ സൈഡിലാണ് പ്രയാസം വരുന്നത്. ഇന്ന് കർത്താവ് ചേച്ചിയെ സൗഖ്യമാക്കുക. അതുമാത്രമല്ല, ചേച്ചിയുടെ ലിവർ ഫങ്ഷനോട് ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ എന്നെ കർത്താവ് കാണിക്കുക. ഇന്ന് പകൽ യേശു നിങ്ങളുടെ ലിവറിനെ സൗഖ്യമാക്കും.
ഇത് ചേച്ചിക്ക് അസിഡിക് ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ചേച്ചിക്ക് വ്യത്യസ്തമായൊരു തലവേദന ഉണ്ടാവും. ആ തലവേദന മാത്രമല്ല, നിങ്ങളുടെ ഇടത്തെ കണ്ണ് പ്രയാസത്തിലൂടെ പോകുന്നത്. അതിനെ ചേച്ചിക്ക് തോന്നും ചിലപ്പോൾ കണ്ണിനകത്തൊരു കറുത്ത വര വരുന്നു എന്ന് തോന്നും. ശരിയാണെന്നാ ഞാൻ പറയും. എന്നാൽ അടുത്ത മാസം ചേച്ചി സാക്ഷ്യം പറയേണ്ടത് ഈ കണ്ണ് നിങ്ങളുടെ സൗഖ്യമാകുകയാ, ആ മൈഗ്രെയിൻ മാറിപ്പോകുകയാ, അസിഡിറ്റി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാക്കുക. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് ഒന്ന് ശബ്ദം ഉയർത്തിക്കുക. യേശുവെ എന്ന് വിളിച്ച് അങ്ങയുടെ ശക്തി കുടുംബത്തിന്റെ മേൽ ചലിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ ഉണ്ടായ ഒരു സാക്ഷിയാണ് സിസ്റ്റർക്ക് പറയാനുള്ളത്. സിസ്റ്ററുടെ പേര് സുമ, പീച്ചിയിൽ നിന്നാണ് വരുന്നത്. ബ്രദർ ഇവിടെ പറഞ്ഞു കോളനിയിലെ മദ്യപാനം മാറിപ്പോകട്ടെ എന്ന് ബ്രദർ പറഞ്ഞപ്പോൾ സിസ്റ്റർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ബ്രദറിനോട് ചേർന്ന് നിന്ന്. അപ്പം ഈ സിസ്റ്ററുടെ മോൻ 18 വയസ്സ് പ്രായം മുതൽ മദ്യപിക്കുന്ന മകനാണ്. 21 വയസ്സായി. അപ്പോൾ ഇതുവരെ അവൻ്റെ മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ ഉണ്ടാവാൻ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ആ സമയം പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ ഇന്ന് പ്രാർത്ഥിച്ച സമയം അപ്പോൾ ഇന്ന് മുതൽ പിന്നെ ആ മകൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ മാസം മുതൽ ഇതുവരെ മദ്യപാനം ഒന്ന് കൈയടിച്ച് കർത്താവിന് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ഒരു സാക്ഷ്യം കൂടി ഉണ്ട് പറഞ്ഞു. കഴിഞ്ഞ മാസത്തെ പബ്ലിക് മീറ്റിംഗിൽ തന്നെ ഉണ്ടായതാണ്. അപ്പൊ പങ്കെടുത്തു കൂടെ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൻ ഒരു അടിപിടി കേസിൽ പെട്ടു. അപ്പൊ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞാനൊരു ഇതിൽ പൂരത്തിന്റെ ഇതിനായിട്ട് പോയപ്പോഴാണ്. അപ്പൊ അത് സിസ്റ്റർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരു പ്രയാസം ഉണ്ടാകരുതെന്ന്. ബ്രദറിന്റെ അടുത്ത് വന്ന് വരിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദറിനോടും പറഞ്ഞു, സിസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ നിമിഷം മുതൽ പിന്നെ ആ കേസിൽ നിന്ന് ആ മകൻ വിടുതലായി. നമ്മുടെ പബ്ലിക് മീറ്റിംഗിലൂടെ ലഭിച്ച ഒരു അത്ഭുതമാണ് ഈ സിസ്റ്റർക്ക് പറയാനായിട്ടുള്ളത്. ഈ സിസ്റ്ററുടെ പേര് സുമതി, ചേലക്കര എളനാട് എന്ന സ്ഥലത്തു നിന്നാണ് കടന്നു വരുന്നത്. ഈ സിസ്റ്റർക്ക് 2016 മുതലേ അലർജിയാൽ ഭാരപ്പെട്ടിരുന്നു. അതിന്റെ ഫലമായി ഈ സിസ്റ്റർ ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലായിരുന്നു. 2018 പബ്ലിക് മീറ്റിംഗിൽ ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുവരെയും അലർജിയോ വേറെ ബുദ്ധിമുട്ടോ ഒന്നും കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് അലർജി മാറിപ്പോയ സാക്ഷ്യവും. അലർജി കാരണം ന്യൂമോണിയ വന്നു, അതൊത്തിരി പ്രശ്നമായിരുന്നു. പക്ഷെ 18 മാറിയതാ. ഇന്ന് 6 വർഷമായി അലർജി ഇല്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞേട്ടെ. കഴിഞ്ഞ മാസം നടന്ന കാര്യം ഉണ്ടായിരുന്ന ഒരു അത്ഭുത സാക്ഷിയാണ്. സിസ്റ്ററുടെ പേര് ഷീബ പോൾ എന്നാണ്. തൃശ്ശൂർ മാപ്രാണത്തിൽ നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. സിസ്റ്റർക്ക് പറയാനുള്ള സാക്ഷ്യം, സിസ്റ്റർ കഴിഞ്ഞ മാസം വേറൊരാളുടെ സാക്ഷ്യം പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറിയതാണ്. അപ്പോൾ ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. സിസ്റ്റർക്ക് അൾസർ ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഭാരപ്പെട്ടിട്ടാണ് സിസ്റ്റർ കഴിഞ്ഞ മീറ്റിങ്ങിന് കടന്നു വന്നത്. ബ്രദർ അത് ദൂത് പറഞ്ഞു. ആ നിമിഷം തൊട്ട് സിസ്റ്റർക്ക് ആ വേദനകളൊന്നുമില്ല, പ്രയാസമെല്ലാം മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി സന്തോഷത്തോടെ. ബ്രദർ ഈ സിസ്റ്ററുടെ പേര് പ്രഭാവതി എന്നാണ്, പാലക്കാട് നിന്ന് വരുന്നു. 15 വർഷമായി സിസ്റ്റർ അനുഭവിച്ച രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുത്തത് സൗഖ്യത്തെ ആണ് സിസ്റ്റർ പറയുന്നത്. കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിന് വന്ന് പ്രാർത്ഥിച്ചു. പൈൽസ് ഉണ്ടായിരുന്നു, 15 വർഷമായിട്ട് സിസ്റ്റർ അനുഭവിച്ചിരുന്നതാ. അപ്പോൾ കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിൻ്റെ മുമ്പ് 4 മാസം ഈ പൈൽസിനെ തുടർന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രദറിനോട് വന്ന് പ്രാർത്ഥിച്ചു, ഈ അസുഖത്തെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല, പൈൽസ് മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് പൂർണ്ണ സൗഖ്യം ഉണ്ടായി. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും കർത്താവിൽ നിന്ന് അത്ഭുതം പ്രാപിക്കുന്ന, അല്ലെങ്കിൽ ദൈവജനത്തിൽ സന്തോഷിക്കുന്ന, സൂപ്പർനാച്ചുറലായ അനുഭവങ്ങളിൽ ജീവിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കുമായി നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ലൈഫിൽ പകർന്ന ആ ദൈവിക വിടുതലിനായി നന്ദി പറയുന്നു. കർത്താവേ, താങ്ക് യു ജീസസ്. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വേദനയായിരിക്കുന്നവർ, ഭാരത്തോടായിരിക്കുന്നവർ ആ കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്. പ്രത്യേകിച്ച് രോഗത്തിലായിരിക്കുന്നവർ ആ ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ. വിശ്വാസത്തോടെ ആ രോഗത്തിന്മേൽ ക്രിസ്തുവിൻ്റെ ജയത്തെ അനുഭവിച്ചാട്ടെ, ആ സൗഖ്യത്തെ അനുഭവിച്ചാട്ടെ. കണ്ണുകളെ അടയ്ക്കാം. യേശുവേ,
നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. സ്വർഗീയ പിതാവേ, അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരായിരിക്കുന്ന പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങേ കാണാൻ കഴിയുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. യേശുവേ, ഓരോ പ്രശ്നങ്ങളിൽ കർത്താവെ അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ, കരുതൽ അനുഭവിക്കട്ടെ, വിടുതൽ അനുഭവിക്കട്ടെ. അപ്പം ആ സൊല്യൂഷനെ കർത്താവിൽ നിന്ന് കേൾക്കാൻ കഴിയട്ടെ. അപ്പം കർത്താവെ, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബത്തിൽ ഭിന്നതയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ വീട്ടിൽ കയറിയാൽ വഴക്കെന്ന് പറയുന്ന അനുഭവം, അതിൽ നിന്ന് കർത്താവെ കുടുംബങ്ങളെ രക്ഷിക്കണമേ അപ്പാ, വിടുവിക്കണമേ അപ്പാ. യേശുവേ, കുടുംബങ്ങളെ രക്ഷിക്കണമേ അപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ഈ കുടുംബങ്ങളെല്ലാം ദൈവത്തെ അനുഭവിക്കാൻ കഴിയട്ടെ അപ്പാ. വിശ്വാസത്തിന് വലിയൊരു വർധനവുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേലും ദൈവത്തിൻ്റെ വിടുതൽ ചലിക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.